36 ദശകത്തിലെ 10ാമത്തെ ശ്ലോകം. താതോജ്ജീവനകൃന്പാലകുലം ത്രിസപ്തകൃത്തോ ജയൻ സന്ദർഭ്യാഥ സമന്തപഞ്ചകമകാരക്ത രക്തഹൃദൗഖേ പിതൃൻ യജ്ഞേ ശ്മാമഭി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരേ ഭവാൻ. അങ്ങനെ ഹേഹേ പുത്രന്മാരോട് പകരം വീട്ടിയ ശേഷം ശ്രീ പരശുരാമൻ പിതാവിനെ വീണ്ടും ജീവിപ്പിച്ചു. ജമദഗ്നി മരിച്ചപ്പോൾ രേണുക 21 തവണ മാറത്തളിച്ച് നിലവിളിച്ചു എന്നും അതുകൊണ്ട് ക്ഷത്രിയ വംശത്തെ 21 തവണ പരശുരാമൻ ഓടി നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വധിച്ച ക്ഷത്രിയരുടെ രക്തം കൊണ്ട് എല്ലാ ക്ഷത്രിയന്മാരും വധിച്ചിരിക്കുകയാണ്. അവരുടെ മഴ കൊണ്ടൊക്കെ തല വെട്ടിയിട്ടൊക്കെയാണ്, കഴുത്ത് വെട്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അവരുടെ രക്തം ഇങ്ങനെ തളം കെട്ടി കുളം പോലെ നിൽക്കുകയാണ്, തടാകം പോലെ. അങ്ങനെയുള്ള ആ തടാകങ്ങളിൽ അദ്ദേഹം പിതൃതർപ്പണം നടത്തി. അങ്ങനെ ക്രോധം ഒട്ടൊന്ന് ശമിച്ചു. അപ്പോൾ ചെയ്തുപോയ നരഹത്യയ്ക്ക് പ്രായശ്ചിത്തമായി നടത്തിയ മഹായാഗത്തിൽ ഋത്വിക്കുകളായി വന്ന കാശിപൻ തുടങ്ങിയ മഹർഷിമാർക്ക് ഭൂമിയെ മുഴുവൻ ദാനമായി കൊടുത്തു. ക്ഷത്രിയന്മാരൊക്കെ പോയപ്പോൾ പരശുരാമന്റെ കൈവശമായി ഭൂമി മുഴുവനും. അപ്പോൾ ഇത്രയും ക്ഷത്രിയന്മാരെ വധിച്ച ആ ഒരു പാപം തീർക്കാനായി അദ്ദേഹം ഒരു യാഗം നടത്തി. അതിൽ കാശ്യപൻ തുടങ്ങിയ മഹർഷിമാർക്ക് തനിക്കൊന്നും വേണ്ട ഈ ഭൂമിയെല്ലാം അവർക്ക് ദാനം ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു യുദ്ധം ഉണ്ടായി സാൽവനുമായിട്ട്. അപ്പോൾ സനകാദി മുനികൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. സാൽവൻ മരിക്കാനുള്ള സമയമായിട്ടില്ല അല്ലേ? നമുക്കറിയാം, കൃഷ്ണാവതാരത്തിലാണ് കൃഷ്ണനാണ് അദ്ദേഹത്തെ സാൽവനെ കൊല്ലേണ്ടത്. അതുകൊണ്ട് തൽക്കാലം യുദ്ധം നിർത്തിവെക്കുക എന്ന് പറഞ്ഞു. പരശുരാമനെ അങ്ങനെ യുദ്ധത്തിൽ നിന്നും സനകാദി മുനികൾ പിന്തിരിപ്പിച്ചു. താതോജ്ജീവന കൃന്ദൃപാലകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർഭ്യാഥ സമന്തപഞ്ചക മഹാ രക്താഹൃദൗഖേ പിതൃൻ യജ്ഞേ ശ്മാമഭി കാശ്യപാദിഷു ദിശന് സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോമും നിഹനിഷ്യതീതി ശമിതോ യുദ്ധാത് കുമാരേർഭവാൻ.